അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ താമരശ്ശേരി അഷ്റഫ് ഖാന്റെ പേരിലുള്ളത്. അഷ്റഫ് ഖാന്റെ മോൻ അമീനാണ് എന്റെ കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഫർഹാൻ എന്ന അനിയൻകുട്ടി 5ാം ക്ലാസ്സുകാരനാണ്. ഓന് നിധി കൊടുക്കാൻ തുടങ്ങാൻ ഓരോ ഉപ്പ ഷെരീഫ്ക്ക ഒപ്പമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ താമരശ്ശേരി അഷ്റഫ് ഖാന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മക്കളും കുടുംബവും മുഴുവനും സ്നേഹം മാത്രം, മറ്റുള്ളവരെ സഹായിക്കുന്ന ജീവിതം മാത്രമാണ്. അഷ്റഫ് ഖാന്റെ ഉമ്മ മരണപ്പെട്ട് 2 ദിവസമായി. അവിടെ വന്നതായിരുന്നു ഞങ്ങൾ കൊല്ലത്തുള്ള ഞങ്ങളെ ഷാജാൻക്കും ടീമൊക്കെ പാടെ. ഏതായാലും നിധി കൊടുക്കാന്ന് പറഞ്ഞൊരു പദ്ധതി ഞാൻ കേരളത്തിൽ ഒരുപാട് കുഞ്ഞു മക്കളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഫർഹാന് ടൂറ് പോയപ്പോൾ ഓരൊപ്പമുള്ള കുട്ടികൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായില്ല, കാശില്ലാത്തതുകൊണ്ട്. അപ്പൊ ഇന്ന് മുതൽ ഫർഹാന് ഒരു നിധി കൊടുക്കാൻ തുടങ്ങുകയാണ്. അതിലേക്കുള്ള ആദ്യത്തെ സഹായം നമ്മുടെ താമരശ്ശേരി അഷ്റഫ് ഖാന്റെ പൊന്നുമോന് അമീന് ഇവിടെ കൊടുക്കുകയാണ്. ഇതില് ഇന്ന് മുതൽ നിധി കുടുക്കിയില് ഈ കാശ് ഇപ്പൊ 500 രൂപയുള്ള. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, 200 രൂപ നിധി കുടുക്കില് ഇടണം. പിന്നെ ഒരു 50 രൂപക്ക് നിധി കുടുക്ക പഠിച്ച ഒരു 100 രൂപ ഇന്നത്തെ ദിവസം ഒരു വയസ്സായ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം. അതിൽ ജാതി മതം ഒന്നും നോക്കരുത്. പാവപ്പെട്ട മനുഷ്യന് 100 രൂപ എന്റെ കുട്ടിക്ക് മുട്ടായി മേടിക്കാൻ. ഇനി ഇതിലേക്ക് ഉപ്പച്ചിയും ഉമ്മച്ചിയും കുടുംബങ്ങളൊക്കെ തരുന്ന കാശില് അല്ല 50 നിധി കൊടുക്കണ്ടല്ലോ. എന്നാലും 50 മോനെ 150 മുട്ടായി പഠിച്ചോട്ടെ. അപ്പൊ ഇന്ന് മുതല് ഇതിലേക്ക് കിട്ടുന്ന കാശിലൊക്കെ പാതി നിധി കുടുക്കിലും പാതി എന്ത് ചെയ്യണം, നമ്മുടെ എന്റെ കുട്ടിക്ക് പോലെ കിട്ടുന്നതിൽ എന്റെ കുട്ടിക്ക് ഉപയോഗിക്കാൻ ചെലവഴിക്കാൻ. ബാക്കിയുള്ള കാശ് നമ്മള് ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ നിധി കുടിക്കുള്ള കാശ് നമ്മളെ സ്കൂളിലുള്ള പാവപ്പെട്ട കുട്ടികൾ, ടൂറ് പോകാൻ കാശില്ലാതെ വിഷമിക്കുന്ന കുട്ടികളുണ്ടാവും. ഓലപ്പ സുഖമില്ലാത്ത കാരം, ഓല അച്ഛന് സുഖമില്ലാത്ത കാരം, അല്ലെങ്കിൽ അന്നാന്ന് കൂലിപ്പണി പോകുന്ന ആൾക്കാർക്കാണ് പൈസ ഉണ്ടാവില്ല. അപ്പൊ എന്റെ കുട്ടി എന്ത് ചെയ്യണം, എന്റെ കുട്ടീനെ നിധി കൊടുക്ക പൊട്ടിച്ചിട്ട് അന്ന് അതിലുള്ള പൈസ ആ പാവപ്പെട്ട നമ്മുടെ അനിയന്മാരെ, അതായത് എന്റെ കുട്ടിയെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ ടൂർ കൊണ്ടുപോകില്ലേ? ഉറപ്പല്ലേ? അപ്പോ അമീനും ഫർഹാനും പാടുന്ന നിധി കുടുക്കുള്ള ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫർഹാൻ പറഞ്ഞ വാക്കുണ്ട്, അവന്റെ കൂടെയുള്ള കൂടപ്പറപ്പുകളെ കൊണ്ടുപോകും. ഇനി അങ്ങനെ ടൂറ് പോകേണ്ട ആൾക്കാരില്ലാതെ ഇനി അഥവാ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട രോഗികളുണ്ടെങ്കിൽ നമ്മൾ പാലിറ്റീവിന്റെ പ്രവർത്തനം ഉണ്ടല്ലോ, ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് സാന്ത്വനം കൊടുക്കലാണ് പാലിറ്റീവ്. അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്കും കൊടുക്കാം. ഏറ്റവും പുണ്യം കിട്ടുന്ന കാര്യമാണ് അല്ലേ അമീനെ? അങ്ങനല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവരൊക്കെ രക്ഷിതാക്കള് ഇവരൊക്കെ വളർത്തുന്നത് യഥാർത്ഥ സ്കൂളും അതിന്റെ വിദ്യാഭ്യാസം മാത്രമല്ല, അവര് വലിയ ജോലിക്കാരായി വലിയ സമ്പന്നരാവണമെന്നല്ല. അവര് ജോലിക്കാരായി സമ്പന്നരാകുമ്പോൾ പാവപ്പെട്ടവരും കൂടി സഹായിക്കണം. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ നല്ല മനുഷ്യരായി ജീവിച്ച് നല്ല മനുഷ്യരായി മരിച്ചു പോകണമെന്നുള്ള നല്ല മെസ്സേജ് കൊടുക്കുന്ന രക്ഷിതാക്കളാണ് ഇവരൊക്കെ. എന്തായാലും അഷ്റഫ് ഖാന്റെ ഉമ്മാക്ക് പടച്ചം സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ. എല്ലാ മക്കളും അത്രയും സ്നേഹം എന്നുള്ള മക്കളാണ് പടച്ചം വരാൻ ആ ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തുള്ളത്. നിർത്തട്ടെ? കൈമാറി.